വരട്ടെ. താങ്ക് യു. ബൈ. ആഫ്രിക്കൻസ് ഗുഡ് ബൈ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല. കൈകാട്ടു. അരുത്, ബാക്കി പിന്നെ. എപ്പോൾ? ഞാൻ വിളിക്കാം ഫ്രീ ആവുമ്പോ. സന്തോഷ് ലോഡ്ജ് അല്ലേ? ഡയറക്ടറിയിലില്ലേ നമ്പർ? 44375. പ്ലീസ്, ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. എന്നെ വിളിക്കണം. ബൈ. ഒരു സാധനം പഠിക്കില്ല, ഏതു നേരത്തും കളിയാ. ഇപ്പോ വെറുതെ ശാഠ്യം പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അമ്മയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാറില്ലേ അച്ഛൻ? കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. ഇന്നും ഡിന്നർ ഉണ്ടായിരുന്നോ? നമ്മൾ രണ്ടാൾക്കും ഇവിടുത്തെ ചോറും കൂട്ടാനും തന്നെ എന്നും അല്ലേ മോളെ? ഏയ്, വിശപ്പില്ല. എന്താ ഇങ്ങനെ ചുമക്കുന്നത്? പനിയുണ്ടോ? ഇല്ല, പനിയില്ല. ഏയ്, അത് സാരമില്ല. നീ ഡോക്ടറെ അടുത്ത് പോയോ? പോയി. വിശേഷിച്ചൊന്നുമില്ല. ഇനി വെയിലത്തിങ്ങനെ നടന്ന് വേർപറഞ്ഞിട്ടാവും ചുമ. എനിക്കൊന്നും വേണ്ട, നേരത്തെ കിടക്കട്ടെ. ഞാൻ ഒരു ഗ്ലാസ് ഹോർലിക്സ് കൂട്ടാം. മോളെ, നീ കിടന്നു. കിടന്നോ? ഒന്ന് വിളിക്കുക. നല്ല സുഖമില്ല. കൃഷ്ണമാവൻ രാവിലെ കണ്ടാ മതി. എന്ത് ചുമയാ ചുമക്കണേ? പാവം. ഉള്ളി പനിയുണ്ടെന്നാ തോന്നണേ. അതിനെ രാവിലെ കുളി കഴിഞ്ഞാൽ ഇത്തിരി രാസനാദി പൊടി മൂർധാവിൽ തിരുമണം. പിന്നെ ഏത് വെയിലത്തും മഴയത്തും നടന്നാലും സാരമില്ല. കമ്പനിന്ന് കാർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കേശുവേട്ട സ്കൂട്ടർ വിടില്ല. നമ്മുടെ രാമൻകുട്ടിയുടെ ശുപാർശക്കാരും വല്ലതും പറഞ്ഞോ? ഓർമ്മ ഉണ്ടാവൂലോ. ഓർമ്മ വെച്ച് ചെയ്തോളും. 100 തവണ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ടൗണിൽ എത്ര ഡോക്ടർമാരുണ്ട്? ഒന്ന് കാണായിരുന്നില്ലേ? കണ്ടു. 2-3 ദിവസമായി ഒരു ശ്വാസം മുട്ടല്. അപ്പ സംശയം, ഡോക്ടറെ കണ്ടു. എന്നിട്ടോ? ഏയ്, സാരമില്ല. ബ്ലഡ് നോക്കണമെന്ന് പറഞ്ഞു. നോക്കിയിട്ട് എന്താ പറഞ്ഞേ? ഇത് ഈസിനോഫീലിയ 36% മറ്റോ ഉണ്ട്. നോർമൽ 6 ആണെന്ന് തോന്നുന്നു. 36? എന്നിട്ട് സാരമില്ല സാരമില്ല എന്ന് പറയണേ? ഒന്നിനും സാരമില്ല. മരുന്നൊന്നും തന്നില്ലേ? മുമ്പ് വന്നിട്ടുണ്ട്, കോളേജ് പഠിക്കുന്ന കാലത്ത്. കടൽക്കാറ്റ് കൊണ്ടാൽ ചില സീസണിൽ ഇത് വർദ്ധിക്കും. ഡോക്ടർ എന്താ പറഞ്ഞേ? ഓ, ഡോക്ടർക്ക് പറയാൻ എളുപ്പം. ഒരു 5-6 മാസം ടൗണിൽ താമസിക്കാൻ. ഇവിടുന്ന് മാറി താമസിക്കുന്നതൊക്കെ ഈസി ആയിട്ട് പറയാം. സൂക്കേട് മാറാൻ അങ്ങനെ മാറി താമസിക്കണമെങ്കിൽ മാറണം. ഇപ്പൊ നിസ്സാരാക്കി ശ്രദ്ധിക്കാതിരുന്ന പിന്നെ വേറെ വല്ലതൊക്കെ ആയാലോ? കടൽ തീരത്ത് നിന്ന് വിട്ടു താമസിക്കണം. അധികം സ്കൂട്ടർ ഓടിക്കരുത്. ഡോക്ടർക്ക് പറയാനെന്താ പ്രയാസം? വേണം. അവനവന്റെ ആരോഗ്യ വലുത്. ടൗണില് വാനി പോയാ മതി.
രാവിലെയും വൈകുന്നേരവും സ്കൂട്ടർ ഓടിക്കുന്ന നിർത്തിയാൽ തന്നെ ശരീരം നന്നാവും. നിനക്കെന്ത് ഭ്രാന്ത? നിങ്ങൾ ഇവിടെ, ഞാൻ അവിടെ. നന്നായി. അസുഖം മാറാൻ അങ്ങനെ വേണമെന്ന് വെച്ച് നിൽക്കണം. ശനിയാഴ്ച വന്ന് തിങ്കളാഴ്ച പോകാലോ, അതും ബസ്സിൽ മതി. പ്രമോഷൻ കിട്ടുന്നവരെയാണ് പ്രശ്നം. പിന്നെ അവിടെ ക്വാർട്ടേഴ്സ് എടുക്കാം, കാറുണ്ടാവും. ഇത് വല്ലവർക്കും വാടകയ്ക്ക് കൊടുക്കാം. അതെ, അമ്മ പറയുന്ന പോലെ ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. ഡോക്ടർ പറയുന്നതിലൊക്കെ ചെയ്യണം. ഇവിടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദേവിയുടെ ഹസ്ബൻഡ് സെയിൽസ്മാൻ. സെയിൽസ്മാൻ എന്ന് ഏട്ടത്തി പറയുമ്പോഴുള്ളൊരു പുച്ഛം പറയുന്ന കേട്ടാ തോന്നും സോപ്പ് ചീപ്പ് കണ്ണാടി തലയെ വെച്ച് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആളാണെന്ന്. കുമാരേട്ടൻ വലിയ ഓഫീസറാണെങ്കിലും ഇവിടുത്തെ അത്ര ശമ്പളം ഇല്ലെന്ന് നമുക്കല്ലേ അറിയൂ. ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ, കൈക്കൂലി വാങ്ങിക്കണ കാശൊന്നും നിൽക്കില്ല. ഈശ്വരന്മാരെ, മോൾക്കും അച്ഛനും സൂക്കേടൊന്നും ഇല്ലാണ്ടിരുന്നാ മതി. ഉറങ്ങിക്കോളൂ, വയ്യാത്തടുത്ത് ഉറങ്ങിക്കോളൂ. മുഷിഞ്ഞതെല്ലാം ശനിയാഴ്ച ഇങ്ങോട്ട് പോരുമ്പോ കൊണ്ടുവന്നാ മതി. തോർത്ത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. നീ ഈ 2 ദിവസം കൂടുമ്പോ ലേഡി ഡോക്ടറിന് കണ്ടേക്ക്, ഒരു മനസ്സമാധാനത്തിന്. ഇവിടുത്തെ കാര്യം ആലോചിച്ച് ഇനി അവിടെ ഇരുന്ന് തലപുണ്ണാക്കണ്ട. കാച്ചി എന്ന ഷേവിംഗ് കിറ്റിലുണ്ട്. ആ, കൃഷ്ണമാവൻ വന്നല്ലോ. ഇതെല്ലാം എടുത്ത് സ്കൂട്ടറിൽ വീണുവാതെ കെട്ടിവെക്കണം. ഞാൻ വെച്ചോളാം. മോളെ, സ്കൂൾ വിട്ട് വന്നാൽ ദിവസം ഇരുന്ന് ഹോംവർക്ക് ചെയ്യണം. ശാഠ്യം പിടിക്കോ? എനിക്കൊരു ബിൽഡിംഗ് സെറ്റ് കൊണ്ടുവരാം. കൃഷ്ണമാമ, ശനിയാഴ്ച. അയ്യോ ചുമ കുറവുണ്ടോ? ഈ സ്പെഷ്യൽ ഓഫർ ഇതൊരു ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. അടുത്ത വാരം പാപ്പം. അപ്പൊ താങ്ക് യു സർ, വരട്ടെ. സ്റ്റാൻലി, സ്റ്റാൻലി, നമ്പർ 1 റൂം ഞാൻ എടുത്തു. താൻ പോന്ന ശേഷമാണ് പെട്ടിയും പ്രമാണങ്ങളുമായി ഞാൻ വന്നത്. ഭാര്യ സംഭവിച്ചോ? എന്റെ അഭിനയം കൊള്ളാവുന്ന വല്ലവരും കണ്ടിരുന്നെങ്കിൽ സിനിമയിൽ ഹീറോ ആക്കും. ചുമച്ചും ക്ഷീണം അഭിനയിച്ചും തളർന്നു പോയടോ സ്റ്റാൻലി. പറയടാ നിന്റെ ടെക്നിക്. ഭർത്താവിന് 101 പാഠങ്ങളിൽ ചേർക്കാൻ വിട്ടുപോയതാണോ എന്ന് അറിയണമല്ലോ. ഇത് നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പൊടിക്കൈയാണ് അച്ഛനെ. ടോപ്പ് സീക്രട്ട്. പറ്റേ? അല്ല, ഈ ടോപ്പ്
സാർ ഏ? സാറിനൊരു ഫോൺ ഉണ്ടായിരുന്നു. ഏതൊരു സ്ത്രീയാണ്. ഓഹോ. ആരാന്ന് വെച്ചോ പറ്റൂ. മേജർ മുകുന്ദൻ ഹിയർ. കുറച്ച് ചക്ക വറുത്തതാണ്. കാച്ചി എണ്ണ തീർന്നുവെന്ന് അന്വേഷിച്ചു ദേവി. ഇതൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടുവരായിരുന്നല്ലോ. വെറുതെ ഓരോ. ശനിയാഴ്ച വരും വെച്ചിട്ട് കുറെ കാത്തിരുന്നു. ഇവിടെ സ്റ്റോക്ക് ടേക്കിംഗ് പാതിര വരെ. ഞാൻ ഞായറാഴ്ച കൂടെ പണിയെടുക്കുകയാണ് ഇപ്പോ. പിന്നെ സുക്കേടിന്റെ കാര്യം പ്രത്യേകം ചോദിച്ചു. കുറവുണ്ട്. പെർസെന്റേജ് കുറഞ്ഞു വരുന്നുണ്ട്. സാവധാനത്തിൽ ശരിയാവും. രാമൻകുട്ടിയുടെ കാര്യം ശരിയായില്ല. അവന്റെ കൂടെ വിളിച്ച ചിലർക്കൊക്കെ ഓർഡർ കിട്ടി. 2 ആളുടെ പോസ്റ്റിന് 300 ആളാ വന്നത്. 2 അല്ല 12. ഏതായാലും അവന് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അതിലും വലിയ ശിവാർച്ചക്കാർ വന്നിട്ടുണ്ടാവും. അടുത്ത ബസ്സിന് മടങ്ങിക്കോളൂ. ഓ. നേരെ വൈകുന്ന മുമ്പ്. ദേവിക്കുട്ടിയുടെ കാലില് പിന്നെയും കുറേശ്ശെ നീര്. കഴിഞ്ഞ പ്രസവത്തിനും ഉണ്ടായിരുന്നു. ഷീട്ടിൽ അടയാളം വെച്ച മരുന്ന് അവിടെ എങ്ങും കിട്ടാനില്ല. ഞാൻ കൊണ്ടുവരാം. നടന്നോളൂ. ഹലോ. അതെ, ഞാൻ തന്നെ. ഇപ്പൊ വന്നതേ ഉള്ളൂ. വീട്ടിലുണ്ടാവും വിചാരിച്ച് വിളിച്ചു. മേജർ എടുത്തത്. സാറ്റർഡേ? ഓക്കെ. സ്ഥലം മനസ്സിലായി. ഷുവർ. ഐ നോ. കേശു, നിലാവത്ത് കോഴിയെ വിട്ട പോലെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണല്ലോ. എന്താടോ? ഒരു പഴയ അരിയേഴ്സ് കിട്ടി. വാ നമുക്ക് ആഘോഷിക്കാം. വന്ന് കേറിയതേ ഉള്ളൂ. ഒരു പേഴ്സണൽ ആവശ്യമാണ് മുതലാളി. വൈഫിന് നല്ല സുഖമില്ല. പ്രസവം അടുത്ത സമയം. ഞാൻ 2 തവണയെ തിരിച്ചെന്നോളാം. ഇത് പേഴ്സണലാണ്. സ്റ്റോക്കിസ്റ്റിനോട് കടം വാങ്ങിയെന്ന് മാനേജർ അറിഞ്ഞാൽ എനിക്ക് മോശമാണ്. ഞാൻ എന്തിനു പറയണം? അടുത്ത മാസം തരണം. ഇല്ലെങ്കിൽ ഞാൻ കമ്പനിക്ക് ചെക്ക് അയക്കുമ്പോ ഇത് കുറയ്ക്കും. 2 തവണ. അത് വേണ്ട. 1 മാസം വേണ്ടി വരില്ല. തന്നേക്കാം. ഉം. താങ്ക് യു.